സ്വകാര്യ വാതിൽ എന്നുള്ളതാണ് ഇന്ന് മലയാള മനോരമയുടെ ആദ്യത്തെ ഹെഡ്ലൈൻ. ധനസമ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ സർക്കാർ ആസ്തികൾ കൈമാറാൻ, അതായത് സ്വകാര്യവൽക്കരിക്കാനാണ് തീരുമാനമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനുകൾക്കും സ്വകാര്യ ചരക്ക് ട്രെയിനുകൾക്കും ഉൾപ്പെടെ വഴിയൊരുക്കി സർക്കാർ ആസ്തികൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള ദേശീയ ധനസമ്പാദന പദ്ധതിയുടെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ 2.0 എന്നാണ് ആ പദ്ധതിയുടെ പേര്. സ്വകാര്യ ചരക്ക് ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളും വരും. ലക്ഷ്യം 5 വർഷം കൊണ്ട് 16.72 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്, അല്ലെങ്കിൽ അത്രയും ധനം സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 26 വിമാനത്താവളങ്ങളും പദ്ധതിയിലുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് നൽകിയതുപോലെ 26 വിമാനത്താവളങ്ങൾ പല സ്വകാര്യ ഏജൻസികൾക്ക് നൽകാനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ഒന്നാമത്തെ പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നത്. എല്ലാ പത്രങ്ങളിലും, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലെയും ഒന്നാമത്തെ വാർത്തയോ അല്ലെങ്കിൽ ഒന്നാം പേജിൽ ഇടം പിടിച്ച മറ്റൊരു വാർത്തയാണ് മാതൃഭൂമിയിൽ നിന്ന് ഒന്നാം പേജിലുള്ളത്. അത് ഭീകരതയ്ക്കെതിരെ പുതുനയം എന്നുള്ളതാണ്. ഭീകരതയെ നേരിടാൻ പ്രഹാർ കർമ്മ പദ്ധതി, സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി ഭീകരവാദത്തെ എതിരിടുന്നതിന് പ്രഹാർ കർമ്മ പദ്ധതിയും പ്രഖ്യാപിച്ചു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഭീകരവാദ വിരുദ്ധ നയത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോടൊപ്പം ഗുരുതരമാണ് സൈബർ ആക്രമണങ്ങളെന്നും വ്യക്തമാക്കി. സൈബർ ആക്രമണങ്ങൾ, ഡ്രോണുകളുടെ ഉപയോഗം, റോബോട്ടുകളുടെ ദുരുപയോഗം, ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആധുനിക ഭീഷണികൾ കൂടി നേരിടാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നയം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കാര്യമാണ് മാതൃഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ വാർത്തയായി കൊടുത്തിരിക്കുന്നത്. മംഗളം പത്രത്തിലേക്ക് വരുമ്പോൾ മംഗളം പത്രത്തിൽ നിന്ന് ഒന്നാമത്തെ വാർത്ത പട്ടയത്തിന് പച്ചക്കൊടി എന്നുള്ളതാണ്. ഹൈക്കോടതി സ്റ്റേ നീക്കി എന്നുള്ളതാണ്. പട്ടയ വിതരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി ഹൈക്കോടതി വിധി. 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനുണ്ടായിരുന്ന സ്റ്റേ നീക്കി. 2024 മുതൽ ഉണ്ടായിരുന്ന സ്റ്റേയാണ് ഒഴിവായത്. ഹൈക്കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പട്ടയം വിതരണം നടത്താൻ സർക്കാരിന് അനുമതി നൽകിക്കൊണ്ടുള്ള കാര്യമാണ് മംഗളം ഒന്നാം പേജിൽ ഇന്ന് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തി ഒരു വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു വലിയ അപകടം, 4 മനുഷ്യരുടെ ജീവൻ നഷ്ടമായ വാർത്തയാണ്. അത് ദീപിക അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് വിശ്രമിക്കാനിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട്ട് പഴയ കെട്ടിടം തകർന്ന് 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ്. അവർ വിശ്രമിക്കാനിരുന്നു, അതൊരു നിത്യതയിലേക്ക് പോയ സാഹചര്യമുണ്ടായി. അത്രത്തോളം ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായ കാര്യമാണ്. കെട്ടിടം തകർന്ന് വീണ് 4 പേർ മരിച്ച വാർത്ത ഇന്ന് ദീപിക ഒന്നാം പേജിൽ വാർത്തയാക്കിയിരിക്കുന്നത്.